വായുവിൽ പിടഞ്ഞു. ഒടുവിൽ അവളുടെ ശ്വാസം എന്നേക്കുമായി നിലച്ചു. താൻ ചെയ്ത കൊടും ക്രൂരത കണ്ട് ഭയന്നോടുന്നതിന് പകരം വളരെ തണുത്ത മനസ്സോടെ അതിനെ ഒരു അപകടമാക്കി മാറ്റാനാണ് മയങ്ക് ശ്രമിച്ചത്. ജീവനില്ലാത്ത അവളുടെ ശരീരം വലിച്ചയച്ച് അയാൾ അടുക്കളയിൽ കൊണ്ടുപോയി കിടത്തി. ശേഷം അതിനു മുകളിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. അത് വെറുമൊരു കൊലപാതകമായിരുന്നില്ല, അതൊരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമാണെന്ന് പോലീസിനെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ അയാൾ അടുക്കളയിലെ ഗ്യാസ് കുറ്റിയിലെ റെഗുലേറ്ററും ബർണറും തുറന്നിട്ടു. പാചകം ചെയ്യുകയായിരുന്നെന്ന് വരുത്തി തീർക്കാൻ കുറച്ചു പച്ചക്കറികൾ അവിടെ വെട്ടിയരിഞ്ഞിടാനും അയാൾ മറന്നില്ല. എല്ലാം ഭംഗിയായി പ്ലാൻ ചെയ്ത ശേഷം പുറത്തിറങ്ങി വാതിൽ പൂട്ടി അയാൾ ദതിയയിലേക്ക് തന്നെ വണ്ടി കയറി. തുടർച്ചയായ 2 ദിവസം പലക്കിൻ്റെ ഫോണിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. യാതൊരു മറുപടിയും ലഭിക്കാത്തതിനെ തുടർന്ന്